ദേശാഭിമാനി പത്രം വരുത്താത്തതിന് കുടുംബശ്രീ സംരംഭകർക്കെതിരെ സിപിഎമ്മിന്റെ പ്രതികാര നടപടിയെന്ന് പരാതി. പത്തനംതിട്ട മലയാലപ്പുഴ DTPC കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരംഭകനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജീവനക്കാരായ 6 വനിതകളും ദേശാഭിമാനി വരുത്തണമെന്ന് സിപിഎം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടെന്ന് വനിതാ സംരംഭകർ ആരോപിച്ചു. മലയാലപ്പുഴയിൽ 10 വർഷം മുൻപാണ് കുടുംബശ്രീ പ്രവർത്തകരായ ലതയും കൂട്ടരും ചേർന്ന് മൗണ്ടൻ കഫേ എന്ന പേരിൽ TDPCയുടെ കെട്ടിടത്തിൽ ഹോട്ടൽ ആരംഭിക്കുന്നത്. കുടുംബശ്രീ മിഷന്റെ കീഴിലായിരുന്നു ലാഭകരമായ ഹോട്ടലിന്റെ പ്രവർത്തനം. 2014 ജില്ലയിലെ ഏറ്റവും നല്ല CDS ആയി ഈ കുടുംബശ്രീ ഗ്രൂപ്പിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ വരുമാനമുള്ള ഹോട്ടൽ ഒഴിപ്പിക്കുന്നതിന് പിന്നിൽ CPMന്റെ പ്രതികാര നടപടിയാണെന്ന് പാർട്ടി അനുഭാവികൾ കൂടിയായ ഈ വനിതകൾ പറയുന്നു. വർഷങ്ങളായി ഇവിടെ ദേശാഭിമാനി പത്രം വരുത്തുന്നുണ്ട്. ഇതിനു പുറമെ ഓരോ അംഗങ്ങളും ഒരു പത്രം വീതം വരുത്തണമെന്ന് CPM പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം നിരസിച്ചതാണ് തങ്ങൾക്കെതിരെയുള്ള പ്രതികാരത്തിന് കാരണമെന്നും ഇവർ ആരോപിക്കുന്നു. കുടുംബശ്രീ സംരംഭകര് സെറ്റും മുണ്ട് കൊടുത്ത് വിശേഷാലിൽ നിന്നാൽ മാത്രം മതിയോ? നമ്മളെ നിർബന്ധിച്ച ഈ സംരംഭം നമ്മളെ ചെയ്യിച്ച് 1 മാസത്തെ പരിശീലനം തന്നതാ. എന്നിട്ട് നമ്മൾ ഈ സ്ഥാപനം കൊടുത്തത് 56,000 രൂപ കൊടുത്ത് മേടിച്ച എയർ കണ്ടീഷൻ നമ്മൾ വെറും 13,000 രൂപയ്ക്ക് വിറ്റേക്കുന്നു. തുച്ഛമായ വിലയ്ക്ക്. അതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മളവിടെ ഒരു കട വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. അതിനി വാടക കൊടുക്കുന്ന എവിടുന്നാന്ന് നമുക്കറിയത്തില്ല. പുതിയ ആളുകൾക്ക് കരാർ നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വനിതാ സംരംഭകർ ആരോപിച്ചു. ഈ കെട്ടിടത്തിൽ നിന്നും ഒഴിവാക്കിയതോടെ ലോണെടുത്ത് വാങ്ങിച്ച AC അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുകയും ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് വനിതകൾ. അതേസമയം ആരോപണം TDPC അധികൃതർ തള്ളി. നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് കെട്ടിടം നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് TDPCയുടെ വിശദീകരണം. അമൃത ന്യൂസ്, പത്തനംതിട്ട.